ഹലോ. അപ്പോൾ ഇത് ഒരു ഉച്ചമുക്കാൽ സമയമാണ്. ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. വായോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് പുട്ടാണ് ഉണ്ടാക്കിയത്. അതിനുശേഷം ഞാൻ രാവിലത്തെ പരിപാടികളിലേക്ക് കടന്നു. ഫസ്റ്റ് ഞാൻ ചോറ് വെച്ചിട്ട് അതിനുശേഷം മീൻകറിയിലേക്ക് എനിക്ക് എല്ലാം ഒന്ന് ഷൂട്ട് ചെയ്യാനും എല്ലാം ഒന്ന് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അതിനുള്ള സമയം കിട്ടത്തില്ല. എന്താണെന്നറിയില്ല ഗൈസ്, ഭയങ്കര തിരക്കാണ്. ഒന്നിനും സമയം കിട്ടാറില്ല. നമ്മളിങ്ങനെ വെണ്ടയ്ക്ക കട്ട് ചെയ്ത് വലുതായിട്ട് അരിയുന്നതാണ് ചേട്ടന് ഇഷ്ടം. അതുകൊണ്ട് ആ രീതിയിലായിരിക്കും. അത് കഴിഞ്ഞിട്ട് കുറച്ച് ബിരിയാണി ഉണ്ടായിരുന്നു. അത് അമ്മ തന്നു വിട്ടതാണ്, ചേട്ടൻ്റെ അമ്മ. അതിനെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചു. എന്നിട്ട് കുനുകുനുകുന ഞാൻ കുറച്ച് വിഴുക്ക് വരട്ടാൻ വേണ്ടിയിട്ട് സവാള അരിവാണ്, അങ്ങനെ എല്ലാം കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചു. പെട്ടെന്ന് തന്നെ ചട്ടി അടുപ്പത്തേക്ക് വെച്ചു. എനിക്കിതുപോലുള്ള സ്റ്റീൽ അലുമിനിയം പാത്രങ്ങളോടാണ് കൂടുതൽ താല്പര്യം. നോൺ സ്റ്റിക്കിനോട് അത്രയ്ക്ക് അങ്ങോട്ട് താല്പര്യമില്ല. എണ്ണ ഒഴിച്ചു വേഗം തന്നെ നോർമലി എല്ലാവരും ചെയ്യുന്നത് പോലെ കുറച്ച് മീഡിയം ഫ്ലെയിം ആക്കിയതിന് ശേഷം നന്നായിട്ട് ഉപ്പിട്ട് ഇതിനെ ഒന്ന് വഴറ്റി എടുക്കുക. അതാണ് കുറച്ചുകൂടെ സ്വാദ് കൂടുതലുള്ളത്. മറ്റ് നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നിങ്ങളിങ്ങനെ വഴറ്റുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ ഇതാണ്. ടേസ്റ്റ് കൂടുതൽ ഇങ്ങനെയാണ്. ഉപ്പിട്ടതിന് ശേഷം നമുക്ക് ഇതിങ്ങനെ എടുക്കുമ്പോൾ പെട്ടെന്ന് വഴറ്റി വരും കേട്ടോ. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നാൽ പോലും ഞാൻ പറയുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ കപ്പ കട്ട് ചെയ്യുവാണ്. വേഗം കട്ട് ചെയ്യുവാണ്. ഈ കപ്പ ചേട്ടൻ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട് എനിക്ക് ഈ കപ്പ തന്നെ വേണമെന്ന് പറഞ്ഞ് അമ്മയുടെ അടുത്ത് നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന കപ്പയാണ്. കപ്പയ്ക്ക് വലിയൊരു കഥയുണ്ട്. അപ്പോൾ അതും നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം. അപ്പോൾ അതും അവിടെ ഇരുന്ന് തിളക്കട്ടെ. അപ്പോഴേക്കും ഞാൻ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കപ്പ ഇരുന്ന് വേകുന്ന സമയം കൊണ്ട് മോന് വേഗം തന്നെ ഞാൻ ചോറും കുറച്ച് മീൻകറിയുമായിട്ട് എടുത്തിട്ട് അവന് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവന് ചോറ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ബിരിയാണി ബാലൻസിൽ, എനിക്ക് ഫുഡ് ഒന്നും വേസ്റ്റ് ആക്കുന്നത് ഒട്ടും തന്നെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഞാനങ്ങനെ ഒന്നും വേസ്റ്റ് ചെയ്യാറില്ല. വേഗം തന്നെ കഴിച്ചിട്ട് ഞാൻ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി. ഇന്ന് മണ്ഡല പൂജയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു പൂജയ്ക്ക് വേണ്ടി പുളിങ്കോട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അയ്യപ്പൻ കോവിലിൽ പോയതിന് ശേഷം ഞാനിങ്ങനെ മന്ദം കയ്യിൽ ഇങ്ങനെ കുറച്ച് പ്രസാദവും കൂടെ കിട്ടി അതിങ്ങനെ കൊണ്ട് നടന്നു പോകുന്നത് ഭയങ്കര അടിപൊളി ഫീലാണ്. അങ്ങനെ വയൽവാരം ഞാനിങ്ങനെ നടന്ന് പോവുകയാണ്. അവിടെ ചുറ്റിനും വയലും അങ്ങനെയൊക്കെയാണ്. ഭയങ്കര പ്രകൃതി രമണീയമായ സ്ഥലമാണ്. ഞാൻ അങ്ങനെ പുളിങ്കോട് ക്ഷേത്രത്തിൻ്റെ നടയിലെത്തിയിട്ടുണ്ട്. ഇതാണ് പുളിങ്കോട് ദേവി ക്ഷേത്രം. തിരിച്ചു വരുമ്പോൾ ഭയങ്കര മഴയായിരുന്നു, അതിശക്തമായ മഴയായിരുന്നു. പിന്നെ ഞാൻ ബസ്സിലൊക്കെ വലിഞ്ഞ് കയറി ഇങ്ങനെയൊക്കെയൊക്കെയോ വീട്ടിലെത്തിപ്പെട്ടു. അത്രയ്ക്ക് ഭയങ്കര മഴയായിരുന്നു. അങ്ങനെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക് വന്നു. ഇനി ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നവരേക്കും